ഹൈ ട്രേഡേഴ്സ് എല്ലാവരും പേപ്പർ ട്രേഡ് ചെയ്യാൻ പറയാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഏത് പ്ലാറ്റ്ഫോമിലാണ് റിയൽ ടൈമിൽ പേപ്പർ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് ആരും പറഞ്ഞു തരാറില്ല. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് റിയൽ ടൈമായിട്ട് ഒരു ലാഗിങ്ങും ഇല്ലാതെ ഒരു പേപ്പർ ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പുതിയ അപ്ഡേഷൻസും അതേപോലെ ലൈവ് ട്രേഡ് വരുമ്പോഴുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നിയോ സ്റ്റോക്സിൻ്റെ പേപ്പർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. നമുക്കിതിലൊന്ന് സൈൻ ചെയ്ത് ഒരു പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഗൂഗിൾ അക്കൗണ്ട് വഴി നമുക്ക് സൈനപ്പ് ചെയ്യാം. അതേപോലെ തന്നെ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ടും സൈനപ്പ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടാണ് സൈനപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു OTP നമ്മുടെ ഫോണിലേക്ക് വരും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളൊരു 4 ഡിജിറ്റ് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് നിയോ സ്റ്റോക്സിൻ്റെ പേപ്പർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. വെർച്വൽ മണി വെച്ചിട്ടാണ് നമ്മളിതിൽ ട്രേഡ് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഓരോ സ്ട്രാറ്റജികളൊക്കെ ലൈവ് മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിനകത്ത് നമുക്ക് സ്റ്റോക്ക് ഓപ്ഷൻസിലും ട്രേഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇൻഡെക്സ് ഓപ്ഷൻസിലും നമുക്കിതിൽ ട്രേഡ് ചെയ്ത് നോക്കാം. നമുക്ക് 2 ദിവസത്തെ ട്രയലായിരിക്കുള്ളൂ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് 2 ദിവസം ട്രേഡ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. അതേപോലെ നമ്മൾ വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള സ്ട്രാറ്റജികളും അതേപോലെ കുറച്ച് ടിപ്സൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ട് കൂടിയാണ് പേപ്പർ ട്രേഡ് ചെയ്യുന്നത് നോക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മളിത് പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പേപ്പർ ട്രേഡിങ് മാത്രമല്ല, ഇതിനകത്ത് പ്രീ ബിൽഡ് സ്ട്രാറ്റജീസ് ഉണ്ട്. അതേപോലെ തന്നെ കുറേ സ്ക്രീനേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഇക്വിറ്റിയിലും അതേപോലെ തന്നെ ഇൻഡെക്സിലൊക്കെ ആയിട്ടുള്ള സ്ക്രീനേഴ്സ് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഓപ്ഷൻ ചെയിൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻ ചെയ്യാൻ ഇതിനകത്ത് പ്രീ ബിൽഡായിട്ടുള്ള കുറേ സ്ട്രാറ്റജികൾ അവൈലബിൾ ആണ്. ബിയർ ഗോൾഡ് സ്പ്രെഡ്, ബിയർ പുട്ട് സ്പ്രെഡ്, അതുതന്നെ ലോങ് പുട്ട്, നേക്കഡ് കോൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രീ ബിൽഡായിട്ടുള്ള സ്ട്രാറ്റജിയും ഇതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ ഇതൊക്കെ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ സ്ക്രീനേഴ്സും അവൈലബിൾ ആണ് ഇതിനകത്ത്. മുകളിലത്തെ ടാബിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രീനേഴ്സ് ഉണ്ട്. പിന്നെ ഓപ്ഷൻ ചെയിൻ ഉണ്ട്, ഓപ്ഷൻസ് അനലൈസർ ഉണ്ട്. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ഒരു ഓപ്ഷൻ നമുക്ക് ട്രേഡ് എടുത്ത് നോക്കാം. അപ്പോൾ ഇതൊരു ബൈ ചെയ്യാനാണ്. ഇതിനകത്ത് മാർക്കറ്റ് പ്രൈസ് അതുപോലെ ലിമിറ്റ് പ്രൈസ്, നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. അങ്ങനെ നോർമലി ഒരു ബ്രോക്കറുടെ അടുത്ത് നമ്മൾ എങ്ങനെയാണോ ഒരു ട്രേഡ് എടുക്കുന്നത് അതേപോലെ തന്നെ നമുക്കിതിലും ട്രേഡ് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഒരു ക്വാണ്ടിറ്റി ഇതിനകത്ത് ബൈ എടുത്ത് നോക്കാം. അപ്പോൾ ബൈ ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ എടുത്തതിനേക്കാട്ടും താഴെയാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് അപ്ഡേറ്റ് ആണ്. P&L ഇതിനകത്ത് ലൈവായിട്ട് അപ്ഡേറ്റ് ആവും. അതേപോലെ തന്നെ ഇത് റിയൽ ടൈം ട്രേഡിംഗ് ആണ്. നോർമലി മിക്ക പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് ഒരു 15 സെക്കൻഡ് അതുപോലെ തന്നെ ഒരു 30 സെക്കൻഡ്സ് ഒക്കെ ഡിലേ ആയിരിക്കും. ഇപ്പോൾ നിയോ സ്റ്റോക്സിൽ അങ്ങനെ ഡിലേ അല്ല. ഇപ്പോൾ നമുക്ക് റിയലായിട്ട് തന്നെ ട്രേഡ് എടുക്കും. ഇതിലും പിന്നെ നമ്മൾ ട്രേഡിംഗ് വ്യൂവിലൊക്കെയാണ് റിയൽ ടൈമായിട്ട് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് ഈ ഓപ്ഷൻസ് അവൈലബിൾ അല്ല. അതാണ് ഞാൻ നിയോ സ്റ്റോക്ക് കുറച്ചും കൂടി റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെടുത്ത ട്രേഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. നമ്മൾ എൻട്രി എടുത്ത പ്രൈസ് അത് നിയർ 11,000 നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ LTP ഇപ്പോൾ അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈസ് ഇപ്പോൾ ഏകദേശം കോസ്റ്റ് തന്നെയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഓപ്ഷൻ ഉണ്ട് ആണല്ലേ. ഞാനിപ്പോൾ ഇതിനകത്തൊരു 30 പോയിൻറ്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, സ്റ്റോപ്പ് ലോസ് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണോ ബ്രോക്കറിൽ നോർമലി ഉള്ള ബ്രോക്കേഴ്സിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നത് അതേപോലെ തന്നെ ഇതിലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. അതേപോലെ തന്നെ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയലായിട്ട് ട്രേഡ് എടുക്കുമ്പോൾ വലിയ ഡിഫിക്കൽട്ടി ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പേപ്പർ ട്രേഡ് ചെയ്ത ട്രേഡാണ്. അപ്പോൾ ഇത് ഒരു 3300 പ്രോഫിറ്റ് ഇതിൽ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതിൽ നേരത്തെ 2-3 ട്രേഡ്സൊക്കെ എടുത്തിരുന്നു. അതാണ് ഇതിനകത്ത് ഈ ഒരു P&L ഒരു വേരിയേഷൻ കാണുന്നത്. അപ്പോൾ ഈ ഡേ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മൾ മുന്നേ എടുത്ത ട്രേഡുകളും ഇതിൽ ലോസും പ്രോഫിറ്റും
ഒക്കെ അയക്കണത് നമുക്ക് കാണാം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ എക്സിറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു എക്സിറ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൽ ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് സെല്ല് ചെയ്യാം. സെല്ലായിട്ടുണ്ട്. അപ്പോൾ P&L നോക്കിയാൽ കാണും. ഇപ്പോൾ 3140 രൂപയുടെ നമ്മൾ ഒരു ലോട്ടിലാണ് ഇത് ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ ഇത്രയും പ്രോഫിറ്റാണ്, ഡേ പ്രോഫിറ്റാണ് ഈ കാണുന്നത്. ഈ ഡേ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഈ എടുത്തിരിക്കുന്നതൊക്കെ കാണാൻ കഴിയും. നമ്മൾ എടുത്തിരിക്കുന്ന ബൈ ചെയ്ത പ്രൈസ്, സെല്ല് ചെയ്ത പ്രൈസ് എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ പേപ്പർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എങ്ങനെയാണോ സെറോദ അപ്സ്റ്റോക്ക് യൂസ് ചെയ്യണം അതുപോലെ തന്നെ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ അതേപോലെ തന്നെ ചാർട്ടിൽ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒരുപാടുണ്ട്. അതിന് സ്ക്രീനേഴ്സ് അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനലും ഈ വീഡിയോയും യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക.